മരണമെന്നത് നാം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കൽ അഭിമുഖീകരിക്കേണ്ടവരാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത സത്യം. ജനിച്ചാൽ മരിക്കുക തന്നെ ചെയ്യും. അത് ഏത് നിമിഷവും സംഭവിക്കാം. മരണത്തോടുകൂടി നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഭാവി പദ്ധതികളും അഹങ്കാരവും കഴിവും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ എന്താണ് മിച്ചമുള്ളത്? കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഓർമ്മകളും നശിക്കും. നാം ആരാണെന്ന് വരും തലമുറ അറിയുക പോലുമില്ല. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു നാം ഈ ലോകത്തിൽ ജീവിച്ചത്? ആരുടെ മുന്നിലെ പ്രദർശനത്തിനു വേണ്ടിയായിരുന്നു ജീവിച്ചത്? ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖങ്ങൾക്കും മോഹങ്ങൾക്കും കാമത്തിനും അടിമപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? പിശാചൊരുക്കിയ മായക്കാഴ്ചകൾ നമ്മെ വഞ്ചിച്ചു പോകും. സ്നേഹം മാത്രമായിരുന്ന സത്യമെന്ന് നാം മനസ്സിലാക്കും. പിശാചിനു വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ കത്തുന്നതും ഭയാനകവും രൗദ്രവുമായ ഒരു നരകം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവിടെ നാളുകൾക്കും ദിവസങ്ങൾക്കും അന്ത്യമില്ല. നിന്റെ ആത്മാവ് കത്തി എരിഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവത്തിനു വേണ്ടിയാണ് നീ ജീവിച്ചതെങ്കിൽ ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ ലോകം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വിശന്നിരിക്കുന്നവന്റെയും നിർധനനായവന്റെയും മുന്നിൽ നമ്മുടെ ആർഭാടം കാണിക്കാതെ, ബലഹീനനായവന്റെ മുന്നിൽ നമ്മുടെ കരുത്ത് കാണിക്കാതെ, ക്ഷീണിതന്റെയും രോഗത്താൽ ഭാരപ്പെടുന്നവന്റെയും മുന്നിൽ നമ്മുടെ ആരോഗ്യം കാണിക്കാതെ നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കാം. മരണത്തെ തോൽപ്പിച്ച് നീതിയുടെ കിരീടത്തിന് അവകാശികളായി നമുക്ക് ജീവിക്കാം.